തൃശൂരിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് മണലൂരിലാണ്. ഇതുവരെ തോൽവി അറിയാത്ത ടി.എൻ. പ്രതാപനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് യു.ഡി.എഫ്. മണ്ഡലം നിലനിർത്താൻ പ്രൊഫസർ സി രവീന്ദ്രനാഥും കൈപ്പിടിയിൽ ഒതുക്കാൻ ബി.ജെ.പിയുടെ കെ അനീഷ് കുമാറും പഠിച്ച പണി 18 പയറ്റുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തിന്റെ കൈകളിൽ ഭദ്രമാണ് മണലൂർ. എന്നാൽ ഇത്തവണ യു.ഡി.എഫ് പിടിച്ചെടുക്കുമെന്നാണ് അണികളുടെ പ്രതീക്ഷ. ടി.എൻ. പ്രതാപനെ പോലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കയ്യിലുള്ള സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയത് യു.ഡി.എഫിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിയ പ്രതാപൻ 10,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ബെറ്റ് വെക്കാൻ വരെ തയ്യാറാണ്. മണ്ഡലത്തിലെ അരിമ്പൂർ, മണലൂർ, പാവറട്ടി, തോളൂർ, വെങ്കിടങ്ങ് പഞ്ചായത്തുകളിൽ വലിയ ലീഡ് നേടിയാൽ LDF കേന്ദ്രങ്ങളായ എളവള്ളി, കണ്ടാനശ്ശേരി, മുല്ലശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിൽ അല്പം പതറിയാലും യു.ഡി.എഫിന് പിടിച്ചു നിൽക്കാം. ടി.എൻ. പ്രതാപൻ ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് KC വേണുഗോപാൽ തന്നെ മണ്ഡലത്തിൽ വെച്ച് പറഞ്ഞത് പ്രചാരണത്തിനും ഉപയോഗിക്കുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും കോൺഫിഡൻസ് കൂടി വരികയാണ്. സത്യത്തിൽ പറഞ്ഞാൽ നമുക്കത് എങ്ങനെ പറഞ്ഞറിയിക്കാമെന്ന് അറിഞ്ഞുകൂടാ. ആളുകളെ കാണുമ്പോൾ ഞാൻ രാവിലെ 7 മണി മുതൽ ലൈവാണ്. അത് രാത്രി 3 മണി വരെയാണ്. 3 മണിക്ക് ശേഷം ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്നുള്ളൂ. അതുവരെ ആളുകളിങ്ങനെ കണ്ട് തൊട്ടും തലോടിയും സ്നേഹിച്ചും കൂട്ടം പിടിച്ച് നിൽക്കുമ്പോൾ ആളുകളിൽ നിന്ന് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആളുകളുടെ സ്നേഹം, പ്രാർത്ഥന, സഹായം, പിന്തുണ, അത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു ത്രില്ല് ഇലക്ഷൻ പോലെ. ജില്ലയിലെ ഏറ്റവും പ്രമുഖ സ്ഥാനാർത്ഥിയായ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെ കളത്തിലിറക്കിയിരിക്കുകയാണ് LDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം നിന്ന മണ്ഡലമാണ് മണലൂർ. 10 പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും ഇപ്പോഴും LDF-നൊപ്പം തന്നെയാണ്. നല്ല ആത്മവിശ്വാസം. ഇടതുപക്ഷ ജനാധിപത്യം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഈ വാഹന പ്രചരണ ജാഥയിലാണ് ഇപ്പോൾ വഴിയിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രതികരണം ഒരു പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള അനുകൂല പ്രതികരണമാണ് കാണുന്നത്. BJPക്ക് ഏറ്റവും വലിയ വോട്ട് വർധനവുണ്ടായ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് മണലൂർ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച BJP നേതാവ് കെ അനീഷ് കുമാർ മത്സര രംഗത്തുള്ളത് കരുത്തായി കാണുന്നു. കണ്ടാനശ്ശേരി, മണലൂർ, അരിമ്പൂർ, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി എന്നീ പഞ്ചായത്തുകളിൽ BJP വോട്ട് പിടിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എന്തായാലും വോട്ടെണ്ണൽ ദിനം മണലൂർ ശ്രദ്ധാകേന്ദ്രമാകുമെന്ന് ഉറപ്പ്. മണലൂരിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. തൃശൂർ മണലൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.